ഇപ്പോൾ ശാസ്ത്ര നിരീക്ഷകനായ ശ്രീ ഷാബു പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഹൃദയം നിറഞ്ഞ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയാൻ പറ്റുന്നത് വളരെ കുറഞ്ഞ സമയത്തായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷേ ഇന്ന് ഒരു ഗുഡ് മോർണിംഗ് തന്നെയാണ് അല്ലേ? 100%. ഞാൻ 2 മണിക്ക് എഴുന്നേറ്റതാണ്. 2 മണി മുതൽ ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒടുവിൽ ആ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്ത് അതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി കിടക്കുന്നത് കണ്ട് അതിനുശേഷമാണ് പിന്നെ കുറച്ചു നേരം ഒന്ന് കിടന്നത്. വളരെ 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 സന്തോഷം. ഇതുപോലൊരു സന്തോഷം അനുഭവിച്ചത് കഴിഞ്ഞ വർഷം നമ്മുടെ ചാന്ദ്രയാൻ അവിടെ ലാൻഡ് ചെയ്ത ദിവസം, ആ ഒരു സമയമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ലോകം മുഴുവൻ ഈ ഒരു സംഭവത്തിന് വളരെ ഹൈപ്പ് കിട്ടി എന്നുള്ളത് ഒഴിച്ചാൽ, കാര്യം 8 ദിവസത്തേക്ക് പോയവർ 8 മാസം അവിടെ തങ്ങേണ്ടി വന്നു എന്നത് മാത്രമാണ് ഇതിൻ്റെ അകത്തെ ഒരു ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയ സംഭവം എന്ന് പറയുന്നത്. അല്ലാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ സുനിത വില്യംസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബഹിരാകാശത്തൊന്ന് പോയി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ പോയി വരുന്ന പോലെയുള്ള ആ കാര്യമേ അവർക്കുള്ളൂ. കാര്യം അവർ എത്രയോ പ്രാവശ്യം പോയി വന്നതാണ്. വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് അസ്ട്രോനോട്ടാണ്. അതുകൊണ്ട് അവരെ ഈ പറഞ്ഞ വിവാദമൊന്നും ടെൻഷൻ മുഴുവൻ നമ്മളെ പോലുള്ള സാധാരണക്കാർക്കായിരുന്നു. 59 വയസ്സാണ്. 59 വയസ്സിൽ നമ്മുടെ നാട്ടിൽ നമ്മളൊരു സ്ത്രീയൊക്കെ ജീവിതത്തിന്റെ മുക്കാലും കഴിഞ്ഞു എന്ന് കരുതി വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് പോയി ഒരു 9 മാസം താമസിച്ച് മകൻ്റെ വീട്ടിലൊക്കെ പോയി, അല്ലെങ്കിൽ മകളുടെ വീട്ടിലൊക്കെ പോയി വരുന്നു എന്നൊക്കെ പറയുന്ന മാതിരി നമ്മൾ തമാശയ്ക്ക് പറയുകയാണെങ്കിൽ 59-ാം വയസ്സിൽ ഇത്ര ആക്റ്റീവായി ലോകം മുഴുവൻ കൊതിക്കുന്ന, ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു ദൗത്യത്തിന്റെ ഭാഗമാവുക എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പുത്രി, ലോകത്തിന്റെ മുഴുവൻ അഭിമാനം അല്ലേ? അത് സംശയം എന്താണ്? കാര്യം പ്രായം എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നാണ് സുനിത വില്യംസ് വീണ്ടും തെളിയിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവർക്കിപ്പം ബഹിരാകാശത്ത് പോയി വരിക, ISS പോയി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മോളുടെ വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് പോയി വരിക എന്ന് പറഞ്ഞതുപോലെ അത്രമാത്രം അവരെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്തായാലും പറഞ്ഞല്ലോ, കാര്യം ഇത് വലിയ വളരെ നന്നായി. ഇതിന്റെ ഒരു പോസിറ്റീവ് വശമാണ് കാണേണ്ടത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കാര്യം ഈ ഒരു ആദ്യമായിട്ടാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബഹിരാകാശ ദൗത്യം അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു മനുഷ്യരും കൂടെ ഉൾപ്പെട്ട ഒരു സംഭവം ഇത്ര വലിയ ചർച്ചയായി മാറുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് കൊളംബിയ ദുരന്തം ഉണ്ടായ സമയത്ത്, പക്ഷെ അന്നൊന്നും ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ശക്തമായിരുന്നില്ല. പ്രിന്റഡ് മീഡിയ ഇല്ലായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അത് ദുഃഖകരമായൊരു സംഭവമായിരുന്നു. അതിനുശേഷം ഇത്ര വലിയ, അതായത് ഇന്നിപ്പം നമ്മളൊന്ന് റോഡിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ബസ്സിലെയും ട്രെയിനിലെയും ഒക്കെ പ്രധാനപ്പെട്ട സംഭാഷണ വിഷയം കുറച്ച് കാലമായിട്ട് ഈ സുനിത വില്യംസ് ആണ്. അത് വളരെ രസകരമാണ്. അയ്യോ, ഇനി അവർ എന്ത് ചെയ്യും, പാവങ്ങൾ അവിടെ കുടുങ്ങിപ്പോയി, നമ്മൾ ഇവിടെ പണ്ട് തായ്ലൻഡിലൊരു ഗുഹ കുറച്ച് കുട്ടികൾ പെട്ടുപോയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ ഖനിയിലൊക്കെ ആൾക്കാർ കുടുങ്ങിപ്പോയ പോലെ ഇനി കുടുങ്ങിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യും, അവർ ഇനി തിരിച്ചു വരുമോ, ഈ അമേരിക്കൻ ഭരണകൂടത്തിനെ കൊണ്ട് എന്തിനു കൊള്ളാം, അവർ എന്തൊരു കഷ്ടമാണ് ചെയ്യുന്നത്, 2 പാവപ്പെട്ട മനുഷ്യരെ അങ്ങോട്ട് അയച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടോ നോക്കി, ഈ ലെവലിലാണ് ഇതിന്റെ ചർച്ചകൾ മുമ്പോട്ട് പോയത്. ഒരു തരത്തിലത് രസകരമാണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തിനെ പറ്റി, ബഹിരാകാശത്തെ പറ്റിയും ആ ടെക്നോളജിയെ പറ്റിയും അതിന്റെ സങ്കീർണതകളെ പറ്റിയും അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയും ഒക്കെ ഒരു അവയർനെസ് ഉണ്ടാകാൻ ഈ ഒരു സംഭവം സഹായിച്ചു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ഞാനും അപർണയും ഇപ്പോൾ സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു, അതായത് ഞങ്ങളുടെയൊക്കെ ആദ്യത്തെ ബഹിരാകാശത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വായന ഒരുപക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യ ബഹിരാകാശ സഞ്ചാരി എന്നോ, ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ ജീവി എന്നോ, ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ പേടകം, ഇതെല്ലാം ടെക്സ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ തലമുറയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഇതെല്ലാം നേരിട്ട് കാണുകയാണ്. അത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ മുഴുവൻ ഒരു തെളിവാണ് എന്ന് തോന്നുന്നു ഈ മിഷന് കിട്ടുന്ന ഈ സ്വീകാര്യത അല്ലേ? അല്ല, അത് ആ പറഞ്ഞത് ഞാൻ 100% അംഗീകരിക്കുന്നു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ബഹിരാകാശ ഭ്രാന്തനാണ്. വളരെ കൊച്ചിലെ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിയായിരിക്കുന്ന കാലത്ത് തുടങ്ങിയതാണ്. അത് പണ്ട് ഒരു SLV മിഷൻ ആദ്യത്തെ സക്സസ് ആയപ്പോൾ 1981 മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയുണ്ട്. അതിനെ തുടർന്ന്
ഈ ഇൻസാറ്റ് ഉപഗ്രഹം ആദ്യമായി നമ്മുടെ ഇൻസാറ്റ് ഉപഗ്രഹം അമേരിക്കയിൽ നിന്ന് വിക്ഷേപിച്ചത് സക്സസ് ആയപ്പോൾ ഇവിടെ ഈ മൂവാറ്റുപുഴയ്ക്കപ്പുറത്ത് ഒരു സാറ്റലൈറ്റ് സ്റ്റേഷൻ ഉണ്ട്, മാറാടി എന്ന് പറയുന്ന സ്ഥലം. അതിനെപ്പറ്റി മാതൃഭൂമിയിൽ ഒരു വലിയ വാർത്ത വന്നു. അതായത് മാനത്തെ ദൂതന്, ഇപ്പോഴും ഞാനത് ഓർക്കുന്നു, ഞാൻ 6 പഠിക്കുമ്പോഴാണ്, മാനത്തെ ദൂതന് മണ്ണിലൊരു കിണ്ണം എന്നായിരുന്നു ആ വാർത്തയുടെ തലക്കെട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂറ്റൻ ഡിഷാൻഡിനെ താഴെ ഇങ്ങനെ ഇരിക്കുന്നത്, ശരിക്കും ഒരു കിണ്ണം മലർത്തി വെച്ച പോലെയല്ലേ ഒരു ഡിഷാൻഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ആ വാർത്ത ഉണ്ടാക്കിയ ഒരു കൗതുകത്തിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഈ വിഷയത്തിനോട് കുറേ താല്പര്യം തോന്നിയത്. അന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഹൈസ്കൂളിലൊക്കെ ആയ സമയത്ത് ഇതിൻ്റെ അത് നല്ല താല്പര്യം വന്നു. ഇതിൻ്റെ ഒരു വിവരം കിട്ടാനായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് എന്തോ ഒരു പ്രയാസമായിരുന്നു. നമുക്കത് വളരെ കുറച്ചേ വാർത്തകൾ വരുള്ളൂ, വരുന്നത് തന്നെ പൂർണ്ണമല്ല. ടി വി ഒന്നും അങ്ങനെ അത്ര സജീവമല്ല. 1986 ചാലഞ്ചർ ദുരന്തം ഉണ്ടാകുന്നതും 7 പേര് മരിക്കുന്നതും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ ഒരു മാർഗവുമില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വാർത്തകളൊക്കെ എത്തുന്നത്. അക്കാര്യത്തിലൊക്കെ നോക്കുമ്പം ഈ ഭാരമില്ലായ്മ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലാതെ നമുക്ക് ചില ഫോട്ടോകൾ കാണാം എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. അക്കാര്യത്തിലൊക്കെ ഇപ്പോഴത്തെ തലമുറയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഭാഗ്യവന്മാർ, ഇതൊക്കെ നമ്മളും കാണുന്നില്ല. നമ്മൾ ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത്. അല്ല, അപ്പോഴാണ് കാര്യം ശരി. അതായത് ഈ വിഷയം കൂടുതൽ ഇന്ന് ജനകീയമാവുകയാണ്. കാര്യം ഇതൊന്നും നേരിട്ട് കാണാത്തവർ പോലും, ഇതിനെപ്പറ്റി അറിയാത്ത വളരെ വളരെ സാധാരണക്കാർ പോലും ഇന്ന് സുനിത വില്യംസിനെ പറ്റിയും അവർ തിരിച്ചു വരുന്നതിനെ പറ്റിയും അവിടുത്തെ കാര്യത്തിനെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കും അതിൻ്റെ ആ മേഖലയ്ക്കും കിട്ടുന്ന ജനകീയതയുടെ ഒരു വലിയ ഉദാഹരണമാണത്. അതിന് നമ്മൾ ചെറിയ നെഗറ്റീവ് വശം ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് അവഗണിക്കാം. പക്ഷെ അതിന്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്ന ഇതാണ്. അത് സാങ്കേതിക വിദ്യ ഇത് എത്ര സങ്കീർണമായിക്കോട്ടെ അത് സാധാരണക്കാരൻ ചർച്ച ചെയ്യുന്നു, അവന്റെ സംഭാഷണ വിഷയമാകുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു പോസിറ്റീവ് സൈനാണ്. ഒരുപക്ഷെ ഇതിപ്പോൾ സാധാരണ രീതിയിൽ അന്ന് ജൂണിൽ അവർ പോയി 8 ദിവസത്തിന് ശേഷം തിരിച്ചു വരുന്ന അവരെ സംബന്ധിച്ച് അതൊരു സാധാരണ പ്രക്രിയയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്ത് പോയി വരുന്നത് പോലെയോ അല്ലെങ്കിൽ എറണാകുളത്ത് പോയി വരുന്നത് പോലെയോ അവർക്ക് ഏറ്റവും വളരെ സാധാരണമായ ഒരു പ്രക്രിയ മാത്രമാണ് ബഹിരാകാശ നിലയത്തിൽ പോവുകയും തിരിച്ചു വരികയും ചെയ്തത്. സ്റ്റാർലൈനറിന്റെ ആദ്യത്തെ മാൻ മിഷൻ എന്ന രീതിയിൽ പോയി വിജയകരമായി തിരിച്ചു വരാമായിരുന്നു. പക്ഷെ ഇത് ഇത്രയും ശ്രദ്ധയിലേക്ക് വന്നതും അല്ലെങ്കിൽ ഇതിനൊരു രാഷ്ട്രീയത്തിന്റെ ഫ്ലേവർ കൂടി കലർന്നപ്പോഴാണെന്ന് തോന്നുന്നു ഇത്രയേറെ വലിയ ചർച്ചയാവുന്നതും ഒക്കെ. ആ രീതിയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചതെങ്കിലും അതിൻ്റെ ഒരു ഔട്ട്കം, അതിനൊരു ഫലമുണ്ടായത് പോസിറ്റീവാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതിനകത്ത് രാഷ്ട്രീയത്തിന്റെ ഫ്ലേവർ മാത്രമല്ല, നിങ്ങൾ ഈ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഒരു ഫ്ലേവർ കൂടി ഇതിനകത്തുണ്ട്. ഞങ്ങൾ വാർത്തയൊക്കെ അപ്പൊ കൊടുക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ നമ്മുടെ ഉത്തരവാദിത്വം. അതല്ല പറഞ്ഞ ചില മാധ്യമ വിശകലനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ സത്യത്തിലേക്ക് ചിരി വരുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. ഞാൻ കുറ്റം പറയല്ല, ആ ഒരു ആവേശം കൊണ്ട് തന്നെ ആയിരിക്കും പറയുന്നത്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളെ ഒരു മുറിയിൽ ഒരു കൂട്ടിയിട്ട് കഴിഞ്ഞാലത്തെ 1 മണിക്കൂർ നമുക്ക് താങ്ങാനാവുമോ? അപ്പൊ ഈ 5-8 മാസം ഈ കണ്ണത്താ ദൂരത്ത് എന്ത് ചെയ്യും? അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഈ ലെവലുള്ള കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനതിനെ തമാശയായിട്ടാണ് എടുത്തത്. ഇതെല്ലാം കൂടെ വന്നാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഈ പൊളിറ്റിക്സിന്റെ അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ അതൊരു ജനാധിപത്യ രാജ്യമാണ്, ധാരാളം അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് ഇതിന് ഇത്ര വലിയൊരു ഹൈപ്പ് കിട്ടിയത്. അപ്പൊ ഞാൻ നിങ്ങളൊക്കെ മാധ്യമങ്ങളെ കുറ്റം പറയല്ല ചെയ്തത്. ഇന്നത്തെ ഈ മത്സരത്തിന്റെ ലോകത്ത് ഇതൊക്കെ വേണം. അതൊന്നും ഇതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ, കുഴപ്പമില്ല. അപ്പം അതിന്റെ ആൾക്കാർ അതിൻ്റെതായ രീതിയിൽ ചിലർ വിലയിരുത്തും എന്നുള്ളതേ ഉള്ളൂ. ഞാൻ കുറ്റം പറഞ്ഞൊന്നുമല്ല. ശാസ്ത്ര പ്രചാരകൻ എന്ന നിലയിൽ ശാസ്ത്രത്തെ പറ്റി നമ്മൾ ഓരോ നിമിഷവും കൂടുതൽ സംസാരിക്കേണ്ട ഒരു കാലമാണ്. സയന്റിഫിക് ടെമ്പർ ഉയർത്താൻ നമ്മളൊക്കെ ശ്രമിക്കുന്ന കാലമാണ്. കാരണം നമുക്ക് വളരേണ്ടതുണ്ട്, വളരാൻ നമുക്ക് ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചേ മതിയാവും. ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു ശാസ്ത്ര പ്രചാരകൻ എന്നൊക്കെ നിലയിൽ ഈ വിഷ്വൽസ്, ഈ ദിവസം, ഈ വാർത്തകളൊക്കെ എത്ര പ്രധാനപ്പെട്ടതായിരിക്കും?
അയ്യോ, എന്നെ ശാസ്ത്ര പ്രചാരകൻ എന്നും പറഞ്ഞ ശാസ്ത്രം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ആരും ശാസ്ത്ര പ്രചാരകനാണല്ലോ. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ശാസ്ത്രം താല്പര്യമുണ്ട്, അറിയാവുന്നത് പറയുന്നു എന്നുള്ളതിനപ്പുറം അത്രേ ഉള്ളൂ കാര്യം. അതിന് അത്ര അല്ലാതെ ഒരു ഈ പറയുന്ന മാതിരി എന്താ സയന്റിഫിക് ടെമ്പർ വളർത്താൻ വേണ്ടി അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു. ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയാണ്.